പരീക്ഷകളിൽ വിവരണം തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ പൊതുവെ ഉണ്ടാകാറുണ്ട്. വിവരണത്തിൽ മുഴുവൻ മാർക്കും നേടാനും വിവരണം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് വിവരിക്കുന്നതിനെയാണ് വിവരണം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതോ ആയ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രധാനപ്പെട്ട ആശയവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ പരമാവധി കാര്യങ്ങൾ ഉണ്ടാവണം. ആശയം ക്രമീകരിച്ച് എഴുതണം. വൈവിധ്യമാർന്ന വാക്യങ്ങളായിരിക്കണം. വിഷയം, വസ്തു, സംഭവം എന്നിവയെക്കുറിച്ച് കൃത്യമായി വിവരിച്ചിരിക്കണം. ആകർഷകമായ ഭാഷാശൈലിയിലായിരിക്കണം. അതുപോലെ ഉചിതമായ ശീർഷകം നൽകണം. വിവരണത്തിൻ്റെ മാതൃകാ ചോദ്യവും ഉത്തരവും നോക്കാം. അപ്പുവിൻ്റെ ഗ്രാമത്തെക്കുറിച്ച് അപ്പു വിവരിച്ചിരിക്കുന്നത് നോക്കൂ. മൊട്ടക്കുന്നുകളും പുഴകളും തെങ്ങിൻ തോപ്പുകളുമെല്ലാം നിറഞ്ഞതാണ് എൻ്റെ നാട്. കുന്നിൻ്റെ താഴ്വരയിലാണ് എൻ്റെ വീട്. കുന്നിൻ മുകളിൽ നിന്നാൽ നാട്ടിലെ കാഴ്ചകളെല്ലാം കാണാം. അങ്ങു ദൂരെ കടൽ ഇളകി മറിയുന്നതും കാണാം. ഇതുപോലെ നിങ്ങളുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ വിവരിച്ചെഴുതാമോ? ഉത്തരം: പച്ച വിരിച്ച നെൽപ്പാടങ്ങളാണ് എൻ്റെ നാടിനെ ഏറ്റവും മനോഹരിയാക്കുന്നത്. ചിറ്റാടപ്പൂവുകൾ നിറഞ്ഞ വയൽ വരമ്പുകൾ, പേരറിയുന്നതും പേരറിയാത്തതുമായ മരങ്ങൾ, നിഴൽ വിരിച്ച തൊടികൾ, പ്രാവുകൾ കൂട്ടമായി പറന്നെത്തുന്ന നെൽക്കളങ്ങൾ, തോട്ടരികിലെ കൈത പൂത്ത നറുമണം, പാലക്കടവിലെ ജെട്ടിയിൽ മണിയടിച്ചു വന്നു നിൽക്കുന്ന ബോട്ടിൽ നിന്ന് തിക്കിത്തിരങ്ങിയിറങ്ങുന്ന മനുഷ്യർ ഓരോ നാട്ടുവഴികളിലൂടെ നടന്നു മറയുന്നത്. ഇങ്ങനെ പോകുന്നു മറ്റു കാഴ്ചകൾ. ഇടയ്ക്ക് ശാന്തമാവുകയും ചിലപ്പോൾ ഉച്ചത്തിൽ അലറുകയും ചെയ്യുന്ന കടലിൻ്റെ ശബ്ദ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. പിന്നിൽ പൊടി പറത്തിക്കൊണ്ട് പാഞ്ഞു പോകുന്ന പെട്ടിക്കൂട് പോലെയുള്ള ബസ്സുകളും, വഴിയരികിൽ പൂത്ത വാകയുടെ ചന്തവും, വടക്കേ തൊടിയിൽ പൂത്ത വയലണയുടെ ഗന്ധവുമെല്ലാം ചേർന്ന ഗ്രാമത്തിൻ്റെ ഭംഗി വാക്കുകളിൽ ഒതുക്കാനാവില്ല.